അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വിവാദപരമായ പല ഉത്തരവുകൾ കൊണ്ടും പലപ്പോഴും വിവാദങ്ങൾ ചെന്ന് ചാടാറുണ്ട്. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങാറുണ്ട്. സംഘർഷം തന്നെ നടക്കാറുണ്ട്. ഇത്തവണ പതിവ് തെറ്റിക്കാതെ ഹോളി ആഘോഷത്തിനായി വിദ്യാർത്ഥികൾ കോളേജ് അധികൃതരെ സമീപിച്ചപ്പോൾ ഹോളി ആഘോഷം ഇവിടെ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ തന്നെ ഇത് വലിയ വിവാദവും സംഘർഷത്തിലുമൊക്കെ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം പോലീസ് അകത്ത് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, ലാത്തിച്ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി, പരസ്പരം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇത്തവണ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ തങ്ങൾക്ക് ഹോളി ആഘോഷിക്കണം, അതുകൊണ്ട് തങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടം നൽകണം, അനുവാദം നൽകണമെന്ന് കോളേജ് അധികൃതരോട് ആവശ്യപ്പെട്ടു. പക്ഷേ കോളേജ് അധികൃതർ പതിവ് പോലെ തന്നെ ഇതിനെ തടയുകയാണ് ഉണ്ടായത്. ഇവിടെ അത് ആഘോഷിക്കാൻ കഴിയില്ല എന്നവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിഷയം ഏറ്റുപിടിച്ചിരിക്കുന്നത് കർണി സേന പ്രവർത്തകരാണ്. കർണി സേന പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ മാർച്ച് 9 വരെ ക്ഷമിക്കും. കുട്ടികൾക്ക് ഹോളി ആഘോഷിക്കാൻ അനുവാദം നൽകിയില്ല എങ്കിൽ മാർച്ച് 10 തങ്ങൾ ക്യാമ്പസിൽ കടന്നു കയറുമെന്നും വിദ്യാർത്ഥികൾക്കൊപ്പം തങ്ങൾ ഹോളി ആഘോഷിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, കർണിസേന ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും അടക്കം വളരെ ശക്തിയുള്ള ഒരു സംഘടന തന്നെയാണ്. ഏതായാലും രജപുത്തുകളുടെ ഒരു സംഘടനയാണ്. അവർ ഇപ്പോൾ തന്നെ ആഹ്വാനം നൽകിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് മറ്റു ചില ഹൈന്ദവ സംഘടനകൾ കൂടി രംഗത്ത് എത്തിയിരിക്കുകയാണ്. അതോടുകൂടി തന്നെ ക്യാമ്പസിന് ചുറ്റും കനത്ത പോലീസ് സന്നാഹമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. വീണ്ടും അത് സംഘർഷത്തിലേക്ക് പോകുമോ, അതോ സംഘർഷത്തിന് അയവ് വന്ന് കുട്ടികൾ മാർച്ച് 9 തന്നെ ഹോളി ആഘോഷിക്കുമോ എന്നാണ് UP അടക്കമുള്ള മറ്റിടങ്ങളിലെ ജനം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.